അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വഅൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു ഖാല سمعت رسول الله صلى الله عليه وسلم يقول إن في الليل لساعة لا يوافقها رجل مسلم يسأل الله تعالى خيرا من أمر الدنيا والآخرة إلا أعطاه إياه وذلك كل ليلة. റവാഹു മുസ്ലിം. വളരെ നമുക്ക് സന്തോഷ വാർത്തയാണ് ഈ പറയാൻ പോകുന്നത്. വലിയൊരു ഗുഡ് ന്യൂസ്, വലിയ സന്തോഷ വാർത്തയാണ് പറയുന്നത്. ജാബിർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയാണ്, സമഅ്തു, ഞാൻ കേട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അല്ലാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു. എന്താ റസൂൽ പറഞ്ഞത്? ഇന്ന ഫിൽ ലൈലി, തീർച്ചയായും രാത്രിയിലുണ്ട്, ലസാഅത്തൻ, ഒരു സമയം തന്നെയുണ്ട്, ഒരു സമയമുണ്ട് കേട്ടോ. രാത്രിയിൽ ഒരു പ്രത്യേകമായ സമയമുണ്ട് കേട്ടോ, സംശയമൊന്നുമില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പദപ്രയോഗം അതിന് തെളിവാണ്. ഫില്ലൈലി സാഅത്തുൻ എന്നല്ല അവിടുന്ന് പറഞ്ഞത്, മറിച്ച് ഇന്ന ഫില്ലൈലി ലസാഅ, തീർച്ചയായും രാത്രിയിൽ ഒരു സമയമുണ്ട് കേട്ടോ. രാത്രിയിൽ ഒരു സമയമുണ്ട്, ഒരു സംശയവും വേണ്ട, അതുണ്ട്. ലാ യുവാഫിഖുഹാ, ആ സമയത്തോട് യോജിച്ചു വരികയില്ല. വാഫഖ, ഒത്തുവന്നു, യോജിച്ചു വന്നു. ലാ യുവാഫിഖുഹാ, വാഫഖ യുവാഫിഖു, ലാ യുവാഫിഖുഹാ, ആ സമയത്തോട് യോജിച്ചു വരുന്നില്ല. ആര്? റജുലുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ. ഒരു മുസ്ലിമായ മനുഷ്യൻ ആ സമയവുമായി യോജിച്ചു വരുന്നില്ല. ആ സമയത്ത് ആ മുസ്ലിമായ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? യസ്അലുല്ലാഹ തആല, അവൻ അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവൻ ചോദിക്കുന്നത്? ഖൈറൻ, നന്മ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നന്മ മിൻ അംരി ദുനിയാ, ദുനിയാവിൻ്റെ കാര്യമാവട്ടെ, വൽ ആഖിറത്തെ, ആഖിറത്തിൻ്റെയും കാര്യമാവട്ടെ. അഥവാ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഒക്കെ ഏതെങ്കിലും കാര്യങ്ങളിൽപ്പെട്ട ഒരു നന്മക്ക് വേണ്ടി ഒരു മുസ്ലിമായ മനുഷ്യൻ ആ സമയത്ത് ചോദിക്കുന്നുവെങ്കിൽ, ഇല്ലാ അഅ്താഹു ഇയ്യാ, ആ ചോദിച്ച കാര്യം അല്ലാഹു അവന് കൊടുക്കാതെ വിടൂല. ഇല്ലാ അഅ്താഹു, അല്ലാഹു അവന് കൊടുത്തിട്ടല്ലാതെ, ഇയ്യാഹു, ആ സമയം, ആ ചോദ്യം എന്താണോ അവൻ ചോദിച്ചത്, അതാ മനുഷ്യന് അല്ലാഹു തആല കൊടുക്കാതിരിക്കൂല. ഇത് ഏതെങ്കിലും ഒരു രാത്രിയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് നമ്മൾ വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് റബ്ബേ നഷ്ടപ്പെട്ടല്ലോ, അതേത് രാത്രിയാണെന്നും അറിയില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് ചിന്തിക്കാം. പക്ഷേ ഈ ഓഫർ, ഇത് ആജീവനാന്തമുള്ള ഓഫറാണ്. വദാലിക കുല്ല ലൈലത്തിൻ, ഇതെല്ലാ രാത്രി ഉണ്ട് എന്നാണ്. എല്ലാ രാത്രി ഇങ്ങനെ ഒരു പ്രത്യേക സമയത്തെപ്പറ്റി ദുന്യവിയും മുഹറവിയുമായ ഏത് ഖൈറിന് അള്ളാഹിനോട് ചോദിച്ചാലും അള്ളാഹിൻ്റെ തരുന്നൊരു സമയമുണ്ട്. പക്ഷേ അതിപ്പോൾ രാത്രിയിൽ ആ 12 മണിക്കൂർ സമയത്തിൻ്റെ ഇടയ്ക്ക് ഏതാണ് നമുക്കറിയില്ല. അവിടെ പ്രശ്നം. അത് ഏതാ സമയം നമുക്കറിയില്ല. അധികവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എപ്പോഴാണത്? രാവിൻ്റെ അവസാന സമയമാണ്. ആ സമയത്താണല്ലോ അള്ളാഹു നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട്, ആരുണ്ട് എന്നോട് ചോദിക്കാൻ തരാം, ആരുണ്ട് എന്നോട് തൗബ ചെയ്യാൻ, തൗബ സ്വീകരിക്കാം, ആരുണ്ട് എന്നോട് പാപം പൊറുക്കണേ എന്ന് പറയാൻ, പാപം പൊറുത്തു കൊടുക്കാം എന്ന് പറയുന്ന നേരമാണ്. ഒരു സുബഹിയാഗോളുണ്ട്. അപ്പം നമ്മൾ സഹോദരങ്ങൾ ഇത് എന്തിനാ പഠിക്കുന്നത്? നമ്മളിത് മനസ്സിലാക്കുന്നത് എന്തിനാ? നമ്മൾ രാത്രിയിൽ കഴിയുന്നതും എപ്പോഴാണ് ആ സമയം എന്നറിയില്ല. രാത്രികളിലെ പ്രാർത്ഥനയിലൊക്കെ നമുക്കത് പ്രതീക്ഷിക്കാം. ഒരു രാത്രി എന്ന് പറയുന്നത് മഗ്രിബ് മുതൽ സുബഹി വരെയാണ്. എപ്പോഴും ആവാം, എല്ലാ രാത്രി ഇതുണ്ട് താനും, ഇത് എപ്പോഴാന്ന് തൊട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ആ സമയമായിട്ടാണ്ട് ഒത്തു വന്നാലോ,
അതവിടെ അള്ളാന്റെ റസൂല് പറഞ്ഞത്, ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ. ആ സമയവും മുസ്ലിമായ മനുഷ്യന്റെ പ്രാർത്ഥനയുടെ സമയവും കൂടിയാണ്ട് ഒത്തുവന്നാൽ അപ്പൊ എന്താണോ അവൻ ചോദിച്ചത് അതാണ് കിട്ടിയിരിക്കും എന്നാണ്. സുബ്ഹാനല്ലാഹ്, അത്രത്തോളം മഹത്വം അല്ലാഹു തആല നമുക്ക് എല്ലാ രാത്രികളിലും നിറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവ്യക്തമാണ് ആ സമയം. പക്ഷേ നമ്മൾ മനസ്സ് വെച്ച് പ്രതീക്ഷയോടുകൂടി രാത്രിയുടെ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുക. ആ സമയവുമായിട്ട് ഒത്തുവന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.